കരുവാറ്റയിലെ കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിക്ക് മരിച്ച ശിവൻകുട്ടിയോട് കടുത്ത പകയുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീട്ടിൽ മോഷണ ശ്രമം നടത്തിയിരുന്നു. ഇത് ശിവൻകുട്ടി കാണുകയും വീട്ടിൽ ഇതിനെ ചൊല്ലി വഴക്കുണ്ടാവുകയും ചെയ്തു. കുട്ടിയെ കള്ളിയെന്ന് വിളിച്ചത് വിദ്വേഷം വർദ്ധിപ്പിച്ചു. അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണമെന്ന് ആൺസുഹൃത്തിനോട് പറഞ്ഞതായി പോലീസ് കണ്ടെത്തി. അന്ന് രാത്രി തന്നെ നടന്നെന്ന് പെൺകുട്ടി പറയുന്ന ബാഡ് ടച്ച് ആരോപണവും ശാസ്ത്രീയമായി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പിടിയിലായ 4 കുട്ടികളുടെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടെ മരിച്ച ശിവൻകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതേസമയം കൊലപാതകം പെൺകുട്ടിയുടെ അച്ഛന്റെ പേരിലേക്ക് മാറ്റാനും പ്രതികൾ ശ്രമിച്ചു. അച്ഛനും ശിവൻകുട്ടിയുമായി ശത്രുതയുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വയറ്റിൽ മുഴ ഉണ്ടായിരുന്നുവെന്നും അത് ചികിത്സിക്കാൻ പണം നൽകാനാണ് ഹരിപ്പാട് എത്തിയതെന്നും പ്രതികൾ മൊഴി നൽകി. ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് പോലീസ് കുട്ടികളുടെ വാദം പൊളിച്ചത്. കൊലപാതകം നടക്കുമ്പോൾ പെൺകുട്ടി എവിടെയായിരുന്നു എന്നത് ദുരൂഹമായി തുടരുകയാണ്. എന്നാൽ പെൺകുട്ടി കരുവറ്റയിൽ നിന്ന് പോയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പെൺകുട്ടി കൊല്ലത്ത് താമസിച്ചിരുന്ന സമയത്തും അയൽവാസികളുമായി അധികം ബന്ധം പുലർത്തിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പെൺകുട്ടി മാന്യമായാണ് പെരുമാറിയതെന്നും അയൽവാസികൾ പറയുന്നു. കരുവറ്റയിലെ കൊലപാതകം ചെയ്തത് കുട്ടികളാണെന്ന് വീട്ടുകാർ അറിയുന്നത് പോലീസ് എത്തിയപ്പോഴാണ്. ആദ്യം വീട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വീട്ടുകാർക്ക് മുന്നിൽ തെളിവുകൾ നിരത്തിയിരുന്നു. കുട്ടികൾ പോലീസിനെ കണ്ടപ്പോൾ നിന്നത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെയായിരുന്നു. ഇവരുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രൊഫഷണൽ കൊലപാതകിയല്ല ഇതിനു പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. വീട്ടിനുള്ളിൽ ഒരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സംശയം നിലനിൽക്കെയാണ് 8ാം ക്ലാസ്സുകാരിയാണ് കൊലയ്ക്കു പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കിയത്. 67 വയസ്സുള്ള ശിവൻകുട്ടിയുടെ മൃതദേഹം വിവസ്ത്രനായ നിലയിലാണ് കണ്ടെത്തിയത്. കൈകളും കാലുകളും ബന്ധിച്ചിരുന്നു. വീടിനുള്ളിലാകെ മുളകുപൊടി വിതറിയിരുന്നു. വീട്ടിൽ നിന്നും 6 പവൻ സ്വർണമാണ് മോഷണം പോയത്. കൂട്ടുപ്രതികൾ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചവരും പരിചയക്കാരുമാണ്.